ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരുന്നാളിൻ്റെ ബാക്കി ഷോപ്പിംഗ് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണ്. രാവിലെ അല്ല, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. മഴ ആയാൽ തന്നെ പിന്നെ എനിക്ക് പുറത്ത് ഇറങ്ങാൻ നല്ല മടിയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഇപ്പോൾ ഇനി 2 ദിവസം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി മഴ തോർന്ന് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വരണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കേട്ടോ. മഴ നിൽക്കണമില്ല, ഏതായാലും ഇനിയിപ്പോൾ മഴ തോരിന് കാത്തു നിന്നിട്ടും കാര്യമില്ല. അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടോ. ഓട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി. ഇനി ആദ്യം ഞങ്ങൾ പോണത് മാജിക് ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. അത് വിലങ്ങാടിയിലാണ് കേട്ടോ. ആ എൻഡിൽ തന്നെ AK മാളിൻ്റെ ഓപ്പോസിറ്റായിട്ട് AK മാളിൽ ഇവരൊരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ, ഈ ഒരു മാജിക് ലേസ് എന്ന ഷോപ്പിൻ്റെ. അവിടെ എനിക്ക് ചെരുപ്പ് നോക്കാനാണ് കേട്ടോ മെയിനായിട്ട് പോണത്. പിന്നെ വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ AK മാളിൻ്റെ ഉള്ളിൽ ഈ ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ പോയിട്ടുണ്ട്. അവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് സ്കൂളത്തെ ഷൂ ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ കുറേ ബാഗും ഇങ്ങനെ ഷൂവും ചെരുപ്പൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടും പോണത്. പിന്നെ ഞങ്ങളാരും ഈ ഷോപ്പൊക്കെ പോയിട്ടില്ല കേട്ടോ, ഇപ്പോൾ പുതിയ ഓപ്പൺ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. അനിയത്തി രണ്ടാളും പറയും, ഈ ആദ്യം എൻ്റെ ചെരുപ്പൊന്ന് മാറ്റുമോയെന്ന്. ഡ്രസ്സ് ഇങ്ങനെ വാങ്ങും, പക്ഷെ ചെരുപ്പുമൊക്കെ അങ്ങനെ വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ രണ്ടാളും ഇങ്ങനെ പരാതി പറയലുണ്ട്, ചെരുപ്പ് വാങ്ങാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഈ പെരുന്നാളിന് എനിക്ക് ചെരുപ്പ് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ടാ. ഈ ഒരു ബ്ലിസ്സിൻ്റെ മേലുള്ള കഫേ ആണ് കേട്ടോ ഞാനന്ന് ഷോർട്സിലിട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇതിൻ്റെ പേരാണ് സ്റ്റീം ആൻഡ് മാക്സ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ നെടുലങ്ങാടി എത്തിയിട്ടോ. നെടുലങ്ങാടീൻ്റെ ആ എൻഡിലാണ് അതാ കാണുന്ന മഞ്ഞ ആയിട്ടുള്ള എഴുതിയിട്ട് മാജിക് ലേസ് എന്ന് ഈ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ ഈ ഓട്ടോക്കാരനെ ചോദിക്കുന്നു കേട്ടോ, അങ്ങനെ ഇന്നയാളെ മോളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ ആ മോളാണ്, ഇതിൻ്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അയാളോട് കുറച്ച് നേരം ഒരു കുശലാന്വേഷണത്തിന് നിന്ന് കേട്ടോ, കുറച്ച് നേരം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ. ഫോണ് താഴത്ത് പിടിച്ച് ഇങ്ങനെ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഞാനാണ് എടുത്തിരുന്നത്. അങ്ങനെ അവൾ പറഞ്ഞ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞോളി വാങ്ങിയിട്ടോ. ഇങ്ങനെ ചെന്നപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കളക്ഷൻസൊക്കെ കണ്ടു. പക്ഷേ എടുത്ത് കത്തിയപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് പറ്റണമെന്ന് അവിടെ കണ്ടില്ല കേട്ടോ. ഷൂവിൽ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഷൂവിൽ. ചെരുപ്പും ഉണ്ട്, പക്ഷേ എനിക്ക് ആ മോഡലൊന്നും ഇട്ടിട്ടൊരു ഇഷ്ടമാവണില്ല. ഇതിൻ്റെ ഇടയിൽ മോള് ചെരുപ്പ് ഊരലൊക്കെ തുടങ്ങിയിട്ട് അവൾക്കും ഷൂ വേണം ചെരുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇൻ്റെത് നോക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷൂ. അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഷൂവിൽ കാണാനും നല്ല ഭംഗിയുണ്ട്, റേറ്റും അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ റേറ്റ് കാരണം ഞാനത് അവിടെ തന്നെ വെച്ചു. ഭയങ്കര റേറ്റ്. പിന്നെ ഷൂ എടുക്കാൻ എൻ്റെ മനസ്സിലില്ലല്ലോ, ചെരുപ്പ് എടുക്കാൻ പോയ ആളാണല്ലോ. അതുവെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലത്തെ ചെരുപ്പില്ലേ, ആ ഒരു ടൈപ്പായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രോക്സിലൊക്കെ നോക്കി, ക്രോക്സിൽ ഒന്നും എനിക്ക് ചേരുന്നില്ല, കാലിനൊരു ഭംഗിയൊന്നും കിട്ടണില്ല. ബാഗൊക്കെ ഉണ്ട്, ബാഗൊന്നും പോരട്ടോ. മറ്റേ ഷോപ്പിലത്തെ അത്ര കളക്ഷൻ ഇവിടെ എനിക്ക് തോന്നിയില്ല. ക്രോക്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മോൾക്ക് പിന്നെ ക്രോക്സിലാണ് നോക്കിയത്, അവൾക്ക് പിന്നെ ഒന്ന് കിട്ടി. ഞാനും പിന്നെ അവസാനം ഒന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടായി. ഈ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. ക്രോസ് ചെയ്തു, തൊട്ടടുത്ത് തന്നെയുള്ള AK മാൾ. അങ്ങനെ AK മാൾക്ക് നടക്കണം കേട്ടോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് നല്ലോണം മഴ പെയ്തിട്ടാണ്. പിന്നെ ഞങ്ങൾ നിന്നില്ല, പിന്നെ ഓടിട്ടോ. ബാക്കിൽ അനിയത്തി ക്യാമറ പിടിച്ചില്ല, ഫോൺ പിടിച്ച് ഓടിയിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമല്ലേ മഴത്തിങ്ങനെ ഓടാൻ. പനി വന്നതിനേക്കാളും രസവും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തിയിട്ടോ. ഞങ്ങൾ മെയിനായിട്ട് പോണത് ഇതിൻ്റെ മേലെ ഒരു ഹിജാബി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഷോളിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ വേറൊരു ഔട്ട്ലെറ്റ് ഇവിടെ റിംഗ് റോഡിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു ഷോപ്പ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഷോളിൽ കുറേ വെറൈറ്റി കളേഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഈ അബായ ചുറ്റി കെട്ടുന്ന ടൈപ്പ് എല്ലാതും നോർമലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ.
ഞങ്ങൾ പിന്നെ അവിടുന്ന് മാജിക് ലേസിൽ നിന്ന് വേറെ 2 സംഭവം കൂടി വാങ്ങിയെന്ന് അത് പറയാൻ മറന്നു. കിറ്റ് വാങ്ങി മോൾക്ക്. അതൊന്നും പിന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കിറ്റ് വാങ്ങി, ബാർബീൻ്റെ കിറ്റ്. പിന്നെ അവൾക്ക് ചെരുപ്പ് വാങ്ങിയല്ലോ. ഇവിടെ എത്തിയപ്പോൾ ഇവരോട് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ വീഡിയോ കൊടുത്തു. ഇങ്ങനെ കുറേ കളക്ഷനൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ അനിയത്തിക്ക് കിട്ടി കേട്ടോ. അവളുടെ അടുത്ത് ആ കളറുണ്ട്, പക്ഷെ അവൾ അതിൽ ഡാർക്ക് എടുത്തത്. എനിക്കാണ് പിന്നെ കിട്ടാൻ പ്രയാസം ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ ലാസ്റ്റ് ഒരു കളറ് കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴെ AK മാളിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റൊക്കെ പോയിട്ടോ. ഈ സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ തോരണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ പോയിട്ട് പിന്നെ മോനിക്ക് ഡയപ്പർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ മോനിക്ക് എടുത്തിരുന്നത് NB സൈസ് കേട്ടോ. ആ ഒരു സൈസ് മോനിക്ക് ഇപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത സെക്ഷനായിട്ടുള്ള സ്മോൾ എടുത്തു കേട്ടോ. ഞാനെപ്പോഴും മക്കൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഡയപ്പർ മോമി പോക്കോ പാൻസാണ് കേട്ടോ. അതാണ് അവർക്ക് നല്ല കംഫർട്ടുമാണ്. റാഷസ് അങ്ങനെ വന്നിട്ടുമില്ല കേട്ടോ. അങ്ങനെ അത് വാങ്ങി. പിന്നെ പാൽപ്പൊടി, ചായപ്പൊടി, പിന്നെ പാലിൻ്റെ മറ്റേ ഇതിൻ്റെ പെട്ടിപ്പാലെന്ന് ഞങ്ങൾ പറയൽ, മറ്റേ ആ പാലെടുത്തു കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ പെട്ടി എടുത്തു. അപ്പോൾ പാൽപ്പൊടിക്കൊക്കെ നല്ല റേറ്റ്, അതിന് മാത്രം ഇല്ലയോ ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ ആ ഒരു പാലെടുത്തു. പിന്നെ സാനിറ്ററി പാഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും അനിയത്തി ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ ഇങ്ങനെ പോയിട്ടോ. അവൾ ബില്ലടിക്കാൻ പോകാന്നുള്ള രീതിയിൽ പോയതായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചോക്ലേറ്റ് എടുത്ത് അപ്പണുണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു. മഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം മുതലേ മഞ്ചിനോട് എന്താണോ പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ മഞ്ചിൻ്റെ കുറേ ഫ്ലേവേഴ്സ് കണ്ടു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വിചാരിച്ചു. ഒന്നിന് 30 രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ്. ഇത്തിരി കൂടുതലാണ്, എന്നാലും ഞാൻ എടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് വീതമായിട്ട് എടുത്തത്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ മോള് അതിൻ്റെ ഇടയിൽ ജെംസ് വേണമെന്നൊക്കെ പറഞ്ഞു ഇരിക്കണ്ടായിരുന്നു. അല്ലാതെ അവൾ വാശിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് കൗണ്ടർ ഈ ബില്ല് പേ ചെയ്യണ കൗണ്ടർക്ക് നോക്കിയപ്പോൾ അവിടെ ഒടുക്കാത്ത തിരക്ക്. ഇപ്പോഴൊന്നും ഒഴിവാവില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ വേറെ ചോക്ലേറ്റൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി അങ്ങനെ നിന്നൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ വേറൊരു സാധനം എടുത്തിട്ടോ. ഞാനിങ്ങനെ ഈ അമൂലിൻ്റെ ബട്ടർ ഇല്ലേ, അതെടുത്തു. അത് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. അതിട്ടുണ്ടാക്കിയാൽ ദോശ എത്ര തിന്നു പോകണമെന്നതിന് പോലും അറിയില്ല. അങ്ങനെ പിന്നെ അത് വാങ്ങി. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് എണ്ണ വാങ്ങി കൊടുക്കാം. നമുക്ക് ടേസ്റ്റിന് ഏറ്റവും കൂടുതൽ ബട്ടർ തന്നെ കേട്ടോ. ഇനി ബട്ടർ വാങ്ങിയിട്ട് അമൂലിൻ്റെ ബട്ടർ വാങ്ങി. പിന്നെ ഈ സെക്ഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ താഴെ ഒരു കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വന്നിട്ട് ഇങ്ങനെ ബില്ലടിച്ച് തന്നു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു കേട്ടോ. ക്യാഷൊക്കെ പേ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. സ്കൂളിൻ്റെ ഒരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഫുള്ള് സ്കൂളത്തെ സാധനങ്ങൾ മൊത്തം കേട്ടോ. അതിൽ A to Z സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ അതിലേക്കൊന്നും നോക്കിയിട്ടില്ല, നമുക്കൊന്നും ആകുമ്പോൾ സമയമില്ല, പെട്ടെന്ന് പോയി വരണം എന്നുള്ള രീതിക്കാണല്ലോ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഉമ്മാക്ക് എനിക്ക് മാക്സി വാങ്ങാനായിരുന്നു കേട്ടോ. പെരുന്നാളുടെ അന്ന് കുളി കഴിഞ്ഞിട്ട് ഇടാൻ മാക്സി വാങ്ങാൻ പോയി. അത് പിന്നെ ഞാൻ ആ മാക്സി കടയിലൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പാണ്, പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിക്ക് മഴയും പെയ്യുണ്ടല്ലോ. അങ്ങനെ പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം അത് വാങ്ങാൻ പോകണ ഒരു ഇതാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ആ ഓട്ടോക്കാരനെ വിട്ട് പിന്നെ വേറെ ഓട്ടോക്കാരനെ പിടിച്ച് ഞങ്ങൾ ഇവിടെ പോവുകയാണ് കേട്ടോ. മറ്റേ ഡെസേർട്ടില്ലേ സലൂണ്, അതിൻ്റെ കോട്ടക്കലുള്ള ഒരു ബ്രാഞ്ചിൽ ഞങ്ങൾ ആദ്യം പോയിരുന്നു കേട്ടോ. ഞാൻ അനിയത്തിൻ്റെ കൂടെ അങ്ങനെ പോയിരുന്നു, ഞങ്ങളെല്ലാവരും പോയിരുന്നു. അനിയത്തിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ. അപ്പോൾ ഡെസേർട്ട് ഇവിടെ തിരൂരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരൂർ മറ്റേ പൊറ്റത്തപ്പടി ഭാഗത്താണ് കേട്ടോ. അനിയത്തി അവർ രണ്ടാളും ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ത്രെഡൊക്കെ ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ ഒരു കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി വെച്ചിട്ടാണ് അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഏതായാലും ഫോട്ടോക്ക് പോവാണല്ലോ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് ദൂരം പോകാനും ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ. നിൽക്കാത്ത മഴ, തോരാത്ത മഴ എന്ന് പറയില്ല. റോട്ടിലുള്ള ചളി മൊത്തം എൻ്റെ മേത്തായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീട്ടിലെത്തിയ പാടെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പൂങ്ങോട്ടുള്ള എത്തിയപ്പോൾ നല്ല അവിടെ ആ ഒരു സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ ആണെങ്കിൽ നല്ല ഇതുണ്ട്, ബ്ലോക്ക് ഉണ്ട്.
ബ്ലോക്കല്ല, റെഡ് സിഗ്നൽ വന്നപ്പോൾ അവിടെ സ്റ്റോപ്പായി നിർത്തിയിരുന്നു കേട്ടോ വണ്ടികളൊക്കെ. ഈ സമയത്തൊക്കെ നല്ല മഴ. ഇപ്പോൾ 2-3 ദിവസമായിട്ട്, 2-3 ദിവസം ഒന്നുമല്ല, ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ മഴ തന്നെ മഴ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി നീങ്ങൽ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ മഴ ഇത് ഇയാളെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഷീറ്റും ഇല്ല, ഒന്നുമില്ല. ഫുള്ള് ഈ റോട്ടുമുള്ള വെള്ളം മൊത്തം എൻ്റെ മേത്തേക്ക് വരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. വീട്ടിൽ ചെന്നാൽ അപ്പോൾ കുളിക്കണം എന്നൊക്കെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഫുള്ള് റോട്ടുമത്തെ വെള്ളം ഫുള്ള് ഇങ്ങോട്ടാണ് തെറിക്കണത്. അങ്ങനെ പിന്നെ ഈ ഒരു എന്താ പറയുക, സലൂണ് ഈ പൊറ്റത്തപ്പടി ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വല്യപ്പാൻ്റെയാണ്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഈ സലൂണ്. ഈ ഡെസേർട്ട് എന്ന് പറഞ്ഞ സലൂണ് ഞങ്ങൾ ഇവിടെ കോട്ടയ്ക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിലാണ് കേട്ടോ പോണത് തന്നെ. അനിയത്തി 2 അനിയത്തികളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ത്രെഡ് ചെയ്താലൊക്കെ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിലൊക്കെ കിട്ടും, അധികം ഇതൊന്നും ഉണ്ടാവില്ല, പെയിനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ലീമ ബേക്കറി. ഞാനതിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട്, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയ സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ പോയപ്പോൾ കണ്ടു കേട്ടോ. പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ കലീസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ദം ബിരിയാണി അടിപൊളിയാണ്, ലഗോൺ ബിരിയാണി. എത്ര കഴിച്ചാലും മതിയാവില്ല ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ മഴക്കാലത്തൊക്കെ ബിരിയാണി, ചൂടുള്ള ബിരിയാണിക്കൊക്കെ എന്ത് രസമാണ്, ഓർക്കുമ്പോൾ തന്നെ എന്താ അസുഖം. ഏതായാലും ഇപ്പോൾ ബിരിയാണി കഴിക്കാനൊന്നും ഇപ്പോൾ പ്ലാനില്ല, നമ്മൾ ത്രെഡ് ചെയ്യാനാണ് പോണത്. അതിൻ്റെ അടുത്താട്ടോ അജ്ഫാൻ നട്ട്സിൻ്റെ ഒരു ഷോപ്പ്. അവിടെ നിന്നൊക്കെ നട്ട്സ് വാങ്ങിയിട്ട് കുറേ ആയി. അങ്ങനെ നമ്മളിത് അവിടെ എത്താനായിട്ടോ. ഈ ഒരു സൈഡിൽ ഇപ്പോൾ ലുലു മാൾ പണി തുടങ്ങിക്കൊണ്ടിരിക്കട്ടെ ഈ ഒരു ഭാഗത്ത്. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരെയും പർച്ചേസിംഗ് ഒക്കെ ലുലു മാൾക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അപ്പോൾ അതിൻ്റെ മേലെയാണ് കേട്ടോ ഇവരുടെ ഷോപ്പ് വരുന്നത്, റിസോർട്ട്. അങ്ങനെ ഞാനും അനിയത്തിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാനും മോളും കൂടി കയറി പോവുകയാണ്. ത്രെഡ് ചെയ്യാൻ തന്നെ ഉള്ളൂ, രണ്ടാൾക്കും വേറെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ വീട്ടിലേക്ക് പോകണം. ഇനി എവിടെയും ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാനൊന്നുമില്ല. മഴ കൊണ്ട് പിന്നെ അവിടെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ കൂടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുക എന്നുള്ള പ്ലാനിനോട് കൂടിയാട്ടോ കയറിയത് തന്നെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ട് വരുന്നത്. കയറി ചെന്നപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉള്ളിലൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ലേഡി വിളിച്ചു കേട്ടോ, 2 ഒപ്പം തന്നെ ചെയ്തു തന്നു. അങ്ങനെ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾ താഴെപ്പാലെത്തി. ഇന്നത്തെ പർച്ചേസിങ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ പർച്ചേസിങ് അല്ല, പെരുന്നാളുടെ പർച്ചേസിങ് ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. മോളെ സ്കൂളിലേക്കുള്ള സാധനങ്ങളും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ ആയിട്ട് വാങ്ങി. പിന്നെ കുറച്ച് ഹസ്ബൻഡിൻ്റെ ഉമ്മയും ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് 11-ാം തീയതിയാണ് മോൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ മോൾ സ്കൂളിൽ പോകും. ഇൻഷാ അല്ലാഹ് വീഡിയോ ഓരോന്നായിട്ട് ഞാൻ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.